തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭൂവസ്ത്രം വിരിച്ച തോട് പുനരുദ്ധീകരിക്കാനെത്തിയപ്പോൾ തോട് കാണാനില്ല. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ കാലടിത്തറ നാഗമ്പാടം തോടാണ് മണ്ണിട്ട് നികത്തി റോഡാക്കിയത്. സംഭവത്തിൽ നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും പരാതി നൽകി. വട്ടംകുളം പഞ്ചായത്തിലെ 12ാം വാർഡിലെ നാഗമ്പാടം പാടശേഖരത്തിലെ തോട് മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിച്ചതായാണ് നാട്ടുകാരുടെ പരാതി. കുറഞ്ഞ വിലയ്ക്ക് പാടം വാങ്ങിക്കൂട്ടിയ ഭൂമാഫികളാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭൂവസ്ത്രം വിരിച്ച തോട് പുനരുദ്ധീകരിക്കാൻ ഫണ്ട് വകയിരുത്തി എസ്റ്റിമേറ്റ് എടുത്ത ഘട്ടത്തിലാണ് ഈ കയ്യേറ്റം നടന്നിട്ടുള്ളതെന്ന് പഞ്ചായത്ത് അധികൃതർ ആരോപിക്കുന്നു. ഇവിടുന്ന് ആകേണ്ടായിരുന്ന തോട് ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തോക്കുമ്പോൾ തോടില്ല, അവിടെ റോഡായി മാറിയിരിക്കണം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒക്കെ ഒരു ഛേദവികാരം എന്ന് മനസ്സിലാവണില്ല. ഇത് പല ആളുകളും കട്ടൻ്റെ ബാക്കിൽ ഇരുന്നു കൊണ്ട് ചക്രം തിരിച്ച് നിലവിലുള്ള അവസ്ഥകളെ മുഴുവൻ തകിടം മറിക്കുന്ന രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ്. ഇത് നമ്മുടെ നാടിന് ആപത്താണ്. ഈ തോട് തൂർത്ത് പോകുന്ന നേരെ പോകുന്ന ഭാഗം അപ്പുറത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഭയങ്കര ഭീഷണിയിലാവും. അവരൊക്കെ ഇന്ന് മൗനം പാലിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവണമെങ്കിൽ കുറച്ചും കൂടിയും കഴിയും. വെള്ളം വരുമ്പോഴേ മനസ്സിലാവും. നല്ല കുത്തി ഒഴുകി വന്നിരുന്ന വെള്ളം അപ്പുറത്ത് തടഞ്ഞ് അവിടെയൊക്കെ വീട്ടിൽ വെള്ളം കയറുന്ന, നേരത്തെ വെള്ളം കയറാത്തൊരു ഭാഗമായിരുന്നു. അവിടെയൊക്കെ തോട് വീതി കുറവാണ്. എന്നിരുന്നാൽ പോലും വീതി കൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ പോകുന്നുണ്ട്. അതോടൊപ്പം ഉള്ളത് തൂർക്കുകയും ചെയ്താലുള്ള അവസ്ഥ എന്താവും, അത് കരുതിയിരിക്കണം നാട്ടുകാർ. അതിന് ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ നടക്കൂ. സംഭവസ്ഥലം സന്ദർശിച്ച വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ്, വാർഡ് മെമ്പർ കഴുങ്കിൽ മജീദ്, സെക്രട്ടറി എന്നിവർ റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. ഒരു ദിവസം സാമൂഹ്യ വിരുദ്ധര് ആ തോട് റോഡാക്കിയ നിലയിലാണ് ഞങ്ങൾ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കയർ ഭൂവസ്ത്രം വിരിക്കാൻ വേണ്ടി എസ്റ്റിമേറ്റൊക്കെ എടുത്ത് അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്ന ഈ സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു ദിവസം ഒരു പരാതി കിട്ടിയപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ രീതിയിലേക്ക് കാണാൻ സാധിച്ചത്. നടുവട്ടം അങ്ങാടിയിൽ പെയ്യുന്ന മുഴുവൻ വെള്ളവും അത് ഈ റോഡിലേക്ക്, നമ്മുടെ ഈ പള്ളി കഴിഞ്ഞിട്ടുള്ള റോഡിലൂടെ ഒഴുകി വന്ന് ഈ തോട്ടിലൂടെ നമ്മുടെ ആലങ്കോട് പഞ്ചായത്തുമായി ബന്ധിക്കുന്ന ഒരു വലിയ ജലസ്രോതസ് തോടാണ് യഥാർത്ഥത്തിൽ ഇത്. ഇതിനെ വളരെ പൈശാചികമായി നമുക്ക് കണ്ടാലറിയാം. ഏതോ വീടുകളൊക്കെ പൊളിച്ചിട്ടുള്ള അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടിട്ടുകൊണ്ട് നമ്മളുടെ ഈ പാടശേഖരത്തെ മലിനമാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഈ തോട് കൃത്യമായിട്ട് റോഡാക്കി മാറ്റാനായിട്ട് ചില സാമൂഹ്യ വിദഗ്ധർ തുനിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിൽ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അന്വേഷണം നടത്തി തുടങ്ങിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പ്രദേശവാസികൾ, സബ് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും ഈ ചെയ്ത ആളുകളുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തോട് റോഡാക്കിയ വിഷയം സംബന്ധിച്ച് കലക്ടർ, RDO, തഹസിൽദാർ, പോലീസ് എന്നിവർക്ക് റിപ്പോർട്ട് നൽകി. ഇത് സംബന്ധിച്ച് പരിസരവാസികളും UDF മേഖലാ കമ്മിറ്റിയും അധികൃതർക്ക് പരാതി നൽകി. NCV ന്യൂസ്, എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.